Studying about Jesus and his second coming from Genesis to Revelation. 194 സെഷനാണ് നമ്മളിപ്പോൾ ധ്യാനിക്കുന്നത്. നമ്പർ 194, 194. മത്തായിയുടെ സുവിശേഷം ആണിപ്പോൾ നമ്മളിപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. 5:4 വായിക്കാം. 5:4. മത്തായി 5:4. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ആശ്വാസം ലഭിക്കും. അതായത് ദുഃഖത്തിൽ നിന്നുണ്ടായ ആശ്വാസം, നീറുന്ന ഹൃദയം കണ്ട ആശ്വാസം, അതാണ് യഥാർത്ഥ ആശ്വാസം. ദുഃഖത്തിൽ നിന്നും ഉണ്ടാകുന്ന ആശ്വാസം. ദൈവമക്കൾക്ക് മാത്രമേ ദുഃഖിക്കുമ്പോൾ സന്തോഷിക്കാൻ കഴിയത്തുള്ളൂ. ദൈവമക്കളെ സംബന്ധിച്ച് ദുഃഖത്തിൽ കൂടി പോകുന്ന അവസ്ഥകൾ നമുക്കുണ്ടാകാറുണ്ട്. പല രീതിയിൽ ഞാനത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. എന്നാൽ അത് സന്തോഷിക്കാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആശ്വാസം ലഭിക്കുന്നു, സന്തോഷം ഉണ്ടാകുന്നു. അതൊക്കെ ദൈവവചനത്തിലുള്ളതായ ആശ്വാസവും സന്തോഷവും ആ വാഗ്ദത്തങ്ങളും ആണ്. അതിൽ കൂടിയാണ് നമ്മൾക്ക് അതിനെ ഏറ്റെടുക്കാൻ കഴിയും. നമ്മുടെ ഹൃദയത്തിലോട്ട് അത് പതിക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ അവരുടെ ആശ്വാസം ദുഃഖത്തിൻ്റെ മുൾച്ചെടിയിൽ സുഗന്ധം വീശുന്ന പുഷ്പങ്ങളാണ്. ദൈവമക്കൾ മനസ്സിലാക്കണം. നമ്മൾ വചനം ധ്യാനിക്കുന്നു, വചനം കാണാതെ പഠിക്കുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ ബലപ്പെടുത്തുന്നത്, നമ്മുടെ രോഗത്തിൻ്റെ അവസ്ഥയുണ്ടാകുന്നു, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ തന്നെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന ആശ്വാസം നമുക്കറിയാം. ഇപ്പം നമ്മൾ കേരളക്കരയിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. ഹിന്ദുക്കൾ അല്ലെങ്കിൽ മറ്റ് ക്രിസ്ത്യൻ മേഖലകളിൽ ഏതെങ്കിലും കുടുംബത്തിൽ വേർപാടും മരണവും ഒക്കെ കാണുമ്പോൾ അവിടെ വലിയ കരച്ചിലും നിലവിളിയും ഒക്കെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഒരു വിശ്വാസ ഭവനത്തിൽ, ഒരു വിശ്വാസ വീട്ടിൽ ഒരു മരണം സംഭവിക്കുമ്പം അങ്ങനെയുള്ള ഒരു കരച്ചിലോ നിലവിളിയോ അലമുറയോ ഒന്നും നമ്മൾ ഉള്ളിലേക്ക് കേൾക്കാറില്ല. കാരണം അവരുടെ ഹൃദയത്തിൽ നമുക്കറിയാം, നമ്മളെല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർ തന്നെയാണ്. അവരുടെ ഹൃദയത്തിൽ ദൈവിക ആശ്വാസം ദൈവം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വലിയ നിലവിളിയൊന്നും കാണാത്തത്. ഹൃദയത്തിൽ തന്നെയുണ്ട്. അങ്ങനെ ആശ്വാസം കണ്ടെത്തുന്നത് ഇപ്പോൾ പറഞ്ഞ പോലെ അവരുടെ ആശ്വാസം ദുഃഖത്തിൻ്റെ മുൾച്ചെടിയിൽ സുഗന്ധം വീശുന്ന പുഷ്പങ്ങളാണ്. അപ്പോൾ ദുഃഖിച്ചു കിട്ടിയ ആശ്വാസം എന്താണ്? ഒന്നാമത് പാപമോചനത്തിൻ്റെ ആശ്വാസം. അത് പാപഭാരത്തോടുകൂടി ഒരു സ്ത്രീ യേശുവിനെ സമീപിക്കുന്നു. ദുഃഖം കൊണ്ട് അവളുടെ ഹൃദയം തകരുന്നു. പൊഴിഞ്ഞ കണ്ണീർ കൊണ്ട് അവൾ കർത്താവിൻ്റെ പാദം നനയ്ക്കുന്നു. ലൂക്കോസ് 7:18 വാക്യം വായിക്കാം. ലൂക്കോസ് 7:18. ലൂക്കോസ് 7:18 ഞാൻ വായിക്കുന്നു. ദൈവമക്കളെ ആരെങ്കിലും വായിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വായിക്കാമല്ലോ. ഞാൻ വായിക്കാം. ഇതൊക്കെയും യോഹന്നാന്റെ ശിഷ്യന്മാർ അവനോട് അറിയിച്ചു. 50 വാക്യം വായിക്കാം. 50 വാക്യം. 9. അവനോ സ്ത്രീയോട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അതെ, പാപിനിയായ സ്ത്രീ. അപ്പം അവൾ ദുഃഖിച്ച് കരഞ്ഞ് വന്നു. പക്ഷേ കർത്താവ് അവളെ സമാധാനത്തോടെ പറഞ്ഞയക്കുന്നു. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നു, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. അപ്പോൾ ഇവിടെ ആശ്വാസങ്ങൾ കാണുന്നത് ഒന്ന്, ഇതൊന്ന് വായിക്കും. മത്തായി 11
അതെ, 11, 28, 29. 28-29. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവര് എല്ലാവരും ഞാൻ നിങ്ങളെ ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖമേറ്റും കൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. അപ്പം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും കർത്താവിൻ്റെ അടുക്കൽ വന്നപ്പോൾ ലഭിച്ച ആശ്വാസം, പിന്നീട് അവൻ്റെ മുഖം ഏറ്റുകൊണ്ട് അവനോട് പഠിച്ചപ്പം ലഭിക്കുന്ന ആശ്വാസം. അതായത് പാപിനിയായ, ഇപ്പം നമ്മൾ ഇപ്പം അല്പം മുമ്പ് വായിച്ചത്, പാപിനിയായ സ്ത്രീക്ക് ലഭിച്ചത് ഒന്നാമത്തെ ആശ്വാസമാണ്. രണ്ടാമത്തെ ആശ്വാസം എന്ന് പറയുന്നത് അവൻ്റെ മുഖം വഹിക്കുന്നവർക്ക് ലഭിക്കുന്നതാണ്. പാപത്തിൻ്റെ അധ്വാന ഭാരം നമ്മളിൽ പണ്ട് കാലങ്ങളിലുണ്ടായിരുന്നു. നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ പാപത്തിൻ്റെ അധ്വാന ഭാരം നമ്മളിലുണ്ടായിരുന്നു. തോളിൽ അതായത് കർത്താവ് വേറൊരു ഭാരം വയ്ക്കുന്നു. അത് അവൻ്റെ നുഖമാണ്. മറ്റേ പാപഭാരം നമ്മളിൽ നിന്ന് മാറ്റി. ഇപ്പം നമ്മളത് ഓർത്ത് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇപ്പം വച്ചിരിക്കുന്നത് അതായത് അവൻ്റെ നുഖമാണ്. ക്രൂശെടുത്തിനെ അനുഗമിക്കുക എന്നുള്ളതാണ്. അത് അവന് വേണ്ടി ചെയ്യുന്ന സേവനങ്ങളാണ്. അങ്ങനെ നാം വീണ്ടും ഭാരം വഹിക്കുന്നവരായി മാറുന്നു. നമുക്കറിയാം, നമ്മൾ വായിക്കുന്നുണ്ട്, വിത്ത് ചുമന്ന് കരഞ്ഞും വിത്ത് വിതച്ചും കൊണ്ട് നടക്കുന്നു. വായിക്കാം, കിട്ടിയെങ്കിൽ വായിക്കാം, കയ്യിലുണ്ടെങ്കിൽ വായിക്കാം. അല്ലേ വേണമെന്നില്ല, കുഴപ്പമില്ല. ഓക്കെ. അപ്പം വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു. അപ്പോൾ അവന് വേണ്ടിയുള്ള ഈ സേവനത്തിൽ ദുഃഖവും പ്രയാസവും നമുക്ക് ഉണ്ട്. എന്നാൽ സേവനം അതിൽ തന്നെ നമുക്ക് ആശ്വാസമാണ്. തീരാത്ത ദുഃഖവും തോരാത്ത കണ്ണുനീരും നമുക്കില്ല. അല്പം മുമ്പ് പറഞ്ഞല്ലോ ഞാൻ, തീരാത്ത ദുഃഖം, തോരാത്ത കണ്ണുനീര്. അപ്പോൾ തോരാത്ത കണ്ണുനീര് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മൾ പ്രിയപ്പെട്ടവരാരെങ്കിലും മരിക്കുമ്പം നമുക്ക് തോരാത്ത കണ്ണുനീരാണ്. പക്ഷെ നമുക്കതില്ല. ഇപ്പോഴും ഇല്ലെന്നല്ല, ഇത് വല്ലപ്പോഴും നമ്മൾ കണ്ണുനീര് ഒഴുക്കത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അതിങ്ങനെ കണ്ടിന്യൂസ് ഉള്ള പ്രോസസ്സല്ല, ആയിരിക്കത്തില്ല. നമ്മുടെ ദുഃഖം താൽക്കാലികവും ആശ്വാസവും നിത്യവുമാണ്. നാം യെശയ്യാവ് 35:10 വായിക്കുന്നത്, അത് വായിക്കുന്നു. 35:10. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവർക്ക് തലമേലുണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. ആമേൻ. ആമേൻ. സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും. സിയോൻ യാത്രക്കാർക്ക് നിത്യാനന്ദം അവരുടെ തലമേലുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഓർമ്മയിരിക്കണം. അതെ, ഒരു വിശ്വാസിക്ക് യെശയ്യാവ് 51:11 വായിക്കാം. 51:11. വിമുക്തന്മാർ ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങി വരും. നിത്യാനന്ദം അവരുടെ തലയിലുണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും ഞരക്കവും ഓടിപ്പോകും. ആമേൻ. അവർ നിത്യാനന്ദം അവരുടെ തലയിലുണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. അപ്പം നിത്യാനന്ദമാണ്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. അതായത് നമ്മുടെ ദുഃഖം ആശ്വാസമായി മാറുമ്പോൾ
ചിലരുടെ ചിരി കരച്ചിലാവും. കർത്താവ് പറഞ്ഞു, അവൻ ലൂക്കോസിൽ എഴുതിയിട്ടുണ്ട്, നമുക്കറിയാം. ഇപ്പോൾ ചിരിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ ദുഃഖിച്ച് കരയും. ഇപ്പോൾ ചിരിക്കുന്ന നിങ്ങൾക്കയ്യോ കഷ്ടം. ലൂക്കോസ് 6 വായിക്കുന്നുണ്ട്. അപ്പം പാപത്തെക്കുറിച്ച് വിലപിക്കാത്തവർ ആശ്വസിക്കത്തില്ല. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്തിരിക്കുന്ന തെറ്റുകളെക്കുറിച്ച് നമുക്ക് ദുഃഖം ഉണ്ടായിരിക്കണം, വിലാപം വേണം. അതാണ് അങ്ങനെയുള്ളവരെ പറ്റി. വിലപിക്കാത്തവർക്ക് ആശ്വാസം ലഭിക്കത്തില്ല. ആമേൻ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്ത കുറവുകൾ, തെറ്റുകൾ, അവയെ ഓർത്ത് നമ്മൾ വിലപിക്കുക. അങ്ങനെയുള്ളവരെക്കുറിച്ച് ശലോമോൻ പറയുന്നത് സദൃശവാക്യം 5-ാം അധ്യായം 11-12 വാക്യം വായിക്കാം. നിന്റെ മാംസവും ദേഹവും ക്ഷയിച്ചു, നീ ഒടുവിൽ നടുവീർപ്പിട്ടുകൊണ്ട് അയ്യോ ഞാൻ പ്രബോധനം വെറുക്കുകയും എന്റെ ഹൃദയം പ്രാർത്ഥനയെ നിരസിക്കുകയും ചെയ്തുവല്ലോ. രക്ഷകന്മാരുടെ വാക്ക് ഞാൻ അനുസരിച്ചില്ല, എന്നെ പ്രബോധിച്ച് ചേർക്കാൻ ചെവി കൊടുത്തില്ല. അപ്പൊ അങ്ങനെ പറയാൻ 14-ാം വാക്യത്തിന്റെ അവസാനം പറയുന്നുണ്ട്, എന്നിങ്ങനെ പറയാൻ വായിക്കും. സഭയുടെയും സംഘത്തിന്റെയും മധ്യേ ഞാൻ ഏകദേശം സകല ദോഷത്തിലും അകപ്പെട്ടു പോയല്ലോ എന്നിങ്ങനെ പറയാൻ സംഗതി വരരുത്. ഇങ്ങനെ പറയാൻ സംഗതി വരരുത്. ശലോമോൻ പറഞ്ഞത് നിന്റെ ദേഹവും മാംസവും ക്ഷയിച്ചിട്ട് നീ ഒടുവിൽ നടുവേർപ്പെട്ടുകൊണ്ട് അയ്യോ ഞാൻ പ്രബോധനം വെറുത്തു. നമ്മുടെ നഴ്സിംഗ് ഹോമിൽ രോഗിയായിട്ട് കിടക്കുന്നു എങ്കിൽ കിടന്ന് ഓർക്കുകയാണ്, അയ്യോ ഞാൻ പ്രബോധനം വെറുത്തു, എൻ്റെ ഹൃദയ ശാസനം നിരസിച്ചു എന്ന് പറയാൻ സംഗതിയാകരുത്. അതാണ് നമ്മളോട് വായിച്ചത്. സ്തോത്രം. ലോകത്തിൽ നമുക്കറിയാം, ദുഃഖിച്ച് ലാസറിനെ പറ്റി പാതാളത്തിൽ യാതന അനുഭവിക്കുന്ന ധനവാനോട് അബ്രഹാം പറഞ്ഞത്, ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു എന്നാണ്. നമുക്കറിയാം. അവിടെ വായിക്കും ലൂക്കോസ് 16:25. മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ ഔവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്കാം. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. ആമേൻ. ഇപ്പോൾ അവനിവിടെ ആശ്വസിക്കുന്നു. ആര്? ലാസർ. അപ്പം ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ദുഃഖത്തിലേക്കും വലിയ ദുഃഖം, ഏറ്റവും വലിയ ദുഃഖം ക്രൂശിലെ ദുഃഖം ആണ്. ആശ്വാസത്തിലേക്കും വലിയ ആശ്വാസം ഉയർത്തെഴുന്നേറ്റ യേശുവാണ്. ഹല്ലേലൂയ. അപ്പൊ അവന്റെ ക്രൂശിലെ ദുഃഖം ആശ്വാസമായി മാറി. ഇന്ന് അവൻ തന്റെ പ്രയത്നഫലം കണ്ട് സന്തോഷിക്കുന്നു, തൃപ്തനായിരിക്കുന്നു. യെസ്. യെശയ്യാ 53:10 എന്ന വാക്യം വായിക്കാം. എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവനെ കഷ്ടം വരുത്തി. അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും. അവൻ തന്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എന്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. ആമേൻ. അപ്പൊ ഇവിടെ കർത്താവായ യേശുവിനെ കുറിച്ച് വായിച്ചത്, അവന്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനായിരിക്കുന്നു. നാം ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ നമുക്കൊരു തൃപ്തി, ആത്മീയമായ ഒരു തൃപ്തി നമുക്കുണ്ടാകുവാൻ നമ്മൾ നേടിയെടുക്കണം, ഉണ്ടാകുവാനിടയാകണം. ദുഃഖിച്ച് നിലവിളിച്ചുകൊണ്ട് അല്പം മുമ്പ് പറഞ്ഞ മാതിരി മരിക്കാൻ നേരത്ത് പിന്നീട് ഇപ്പോൾ ചിരിക്കുന്ന നിങ്ങൾക്കയ്യോ കഷ്ടം, നിങ്ങൾ ദുഃഖിച്ച് കരയും. ഈ ലോകത്തിൻ്റെ സന്തോഷത്തിലും
ആർഭാടങ്ങളിലും നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ ജീവിതം ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും. ഓർമ്മയിരിക്കണം. അതാണ് നമുക്ക് നമ്മുടെ അന്ത്യസമയം നമ്മുടെ പ്രയത്നഫലം കണ്ട് അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട് സന്തോഷിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിലും നമുക്ക് സന്തോഷമായിട്ട് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുവാൻ ഇടയാകണം. സ്തോത്രം. അതെ, ക്രൂശിൻ്റെ ഈ പാതയിൽ കൂടി ആശ്വാസത്തിൻ്റെ നഗരത്തിൽ എത്തുവാൻ നമുക്ക് ഇടയാകണം. അല്ലേ? ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഇനി മത്തായി 5:5 സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ഇത് ഇന്ന് ലോകത്തിൽ സൗമ്യതയ്ക്ക് എവിടെയെങ്കിലും സ്ഥാനമുണ്ടോ? അതെ, ക്രൂരതയും ധിക്കാരവുമാണ് എവിടെയും ജയിച്ചു നിൽക്കുന്നത് പോലെ കാണുന്നത്. സൗമ്യതയുള്ളവർ ഭൂമിയെ അവകാശമാക്കും എന്ന് അല്ല, അതായത് അവർക്ക് ഉള്ള ഭൂമിയും കൂടി മറ്റുള്ളവർ പിടിച്ചെടുക്കുമെന്ന് എന്ന നിലയിലാണ് ലോകത്തിലുള്ളത്. യഥാർത്ഥ സൗമ്യതയുള്ളവരുടെ ഭൂമിയും കൂടി പിടിച്ചെടുക്കുന്നു. അതെ, ഭൂമിയെ അവകാശമാക്കുമെന്ന് കർത്താവ് പറയുന്നു. ഈ സൗമ്യത എന്താണ്? അത് കർത്താവിനുണ്ടായിരുന്ന സൗമ്യതയാണ്. അവൻ സൗമ്യതയും താഴ്മയും ഉള്ളവനായിരുന്നു. 29 വായിക്കാം. 11:29. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിയും, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ഈ സൗമ്യത എന്ന് പറയുമ്പം ധൈര്യമില്ലായ്മയാണെന്ന് ചിലർ ചിന്തിക്കും. സൗമ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആള് സൗമ്യനാണ്, ഓക്കെ, പക്ഷെ ധൈര്യമില്ലാത്തൊരാളാണെന്ന് ചിന്തിക്കുന്നതാണ്. അങ്ങനെയല്ല. സൗമ്യത എന്ന് പറയുന്നത് അധൈര്യമോ അഗണ്യതയോ അല്ല. ഇത് നമ്മുടെ ചുറ്റുമുള്ള അനീതി കണ്ട് മിണ്ടാതിരിക്കുന്നതോ ഒഴിഞ്ഞു മാറുന്നതോ അല്ല. നമ്മുടെ കർത്താവ് സൗമ്യതയുള്ളവനായിരുന്നിട്ടും ധീരതയോടുകൂടി പരീശന്മാരുടെ മറ്റും അനീതിയെ എതിർത്തു. നമുക്കറിയാം. ദേവാലയത്തിൽ ചെന്നും യേശു കോപിഷ്ഠനായി. അപ്പോസ്തലനായ പൗലോസ് ലേഖനങ്ങളിലും പറയുന്നത് തന്നെയാണ്. അധർമ്മം പ്രവർത്തിക്കുന്നവരെ സഭയിൽ വെച്ചുകൊണ്ടിരിക്കുന്നു, അവരെ ഒഴിവാക്കുക, അവരെ ഫയർ ചെയ്യുക എന്നാണ് പൗലോസും നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ സൗമ്യത എന്ന് പറയുമ്പോൾ മ്ലേച്ഛതയ്ക്കും പാപത്തിനും കണ്ണടയ്ക്കുക എന്നുള്ള അർത്ഥം വരുന്നില്ല. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് ഫെലിക്സിനോടും അഗ്രിപ്പ രാജാവിനോടും മുഖത്ത് നോക്കി, യോഹന്നാൻ സ്നാപകൻ ഹെരോദാ രാജാവിനോട് നീ സഹോദരൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മുഖത്ത് നോക്കി പറയുവാനുള്ള ധീരത ദൈവമക്കൾക്കുണ്ടായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ക്രിസ്ത്യൻ മേഖലകളിൽ കൺവെൻഷനുകളും മീറ്റിങ്ങുകളും ഒക്കെ നടക്കുന്നുണ്ട്. നല്ലതാണ്, നടക്കണം, വേണം. അത് അധികമായി പരികട്ടെ. പക്ഷെ ഒരു കാര്യം, പറയേണ്ടതായ വചനം പറയാതെ വിട്ടുകളഞ്ഞാൽ അതിൽ വലിയ പ്രസക്തിയില്ല. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൂത് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയണം.
നിങ്ങൾക്കറിയാം, ഞാനത് പറയേണ്ട ആവശ്യമില്ല. ഇത് ഒരു ദൂത് എണ്ണം കൂടി നന്നായിരുന്നു എന്ന് എല്ലാവരും പറയും, നന്നായി. പക്ഷേ കർത്താവായ യേശു നമ്മളെ പഠിപ്പിച്ച ലെവലിൽ അത് ഏറ്റെടുത്തെങ്കിൽ മാത്രമേ നമുക്കതിൽ ദൈവം അതിൽ സന്തുഷ്ടനാകത്തുള്ളൂ. നമുക്കറിയാം, അതുകൊണ്ടൊന്നും മൂടി വെക്കാനൊന്നും നമ്മളെ അനുവദിച്ചിട്ടില്ല. ആ ഒരു പന്താവ്, ആ ഒരു വഴി, ആ ഒരു പ്രാക്ടീസ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം, സഭയിൽ 3 കൂട്ടരുണ്ടെന്നറിയാം. ജഡീകരുണ്ട്, പ്രാകൃത മനുഷ്യനൊക്കെ ഉണ്ട്. അപ്പോൾ അവർ മാനസാന്തരപ്പെടണമെന്നുണ്ടെങ്കിൽ വചനം വല്ല വാണി കൊടുത്ത് അവരെ ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പ്രകോപിപ്പിക്കുക എന്നുള്ള വാക്ക് ഞാൻ പറയുന്നില്ല, പക്ഷെ അവരുടെ ആത്മാവിലോട്ട് അത് ഇറങ്ങിച്ചെല്ലണം. അങ്ങനെ വേണം നമ്മൾ. അത് ധീരതയുള്ളൂ. കർത്താവും യെരുശലേം ദേവാലയത്തിൽ ചെന്നിട്ട് സൗമ്യതയുള്ളവരായിരുന്നല്ലോ. കർത്താവ് അവിടുത്തെ കച്ചവടക്കാരെയും പലിശ വാങ്ങിക്കുന്നവരെയും അല്ലെങ്കിൽ ദേവാലയത്തിനകത്ത് ബിസിനസ് ചെയ്യുന്നവരെയും ഒക്കെ കർത്താവ് അടിച്ചു പുറത്താക്കി. അതാണ് സൗമ്യത. അതാണ് യഥാർത്ഥ സ്വർഗീയ സൗമ്യത. ഓക്കെ, സ്വതന്ത്രം അല്ലേ? അപ്പോൾ യഥാർത്ഥ സൗമ്യത നിഗളമില്ലായ്മയാണ്. സ്തുതിക്കുമ്പോൾ പൊങ്ങുകയോ നിന്ദിക്കുമ്പോൾ താഴുകയോ ചെയ്യാതിരിക്കുകയാണ്. മനസ്സിലാക്കണം. സ്തുതിക്കുമ്പം പൊങ്ങരുത്. ഇപ്പം നിങ്ങളെന്നെ വാഴ്ത്തി അങ്ങ് പുകഴ്ത്തുന്നിരിക്കട്ടെ, ഉദാഹരണം പറയാം, ഞാൻ പൊങ്ങാൻ പാടില്ല. സ്വതന്ത്രം നിന്ദിക്കുമായിരിക്കും. ചിലപ്പോൾ സത്യവചനം പറയുമ്പോൾ നിന്ന വരുമായിരിക്കും. അന്നേരം താഴാനും പാടില്ല. എന്ന് വെച്ചാൽ അവരങ്ങനെ പറഞ്ഞതല്ലേ, എന്നാൽ ഇനി മെസ്സേജ് മാറ്റി പറഞ്ഞേക്കാം, അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മെസ്സേജ് പറഞ്ഞേക്കാം എന്ന് താഴ്ത്തി കൊടുക്കാനല്ല നമ്മൾ വിളിച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞ പ്രസംഗം കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്നാൽ ഞാൻ ഇനി അത് പറയുന്നില്ല, പോയി വിട്ടേക്കും. അങ്ങനെയല്ല. അതായത് പറഞ്ഞത്, സ്തുതിക്കുമ്പോൾ പൊങ്ങുവാൻ പാടില്ല, സ്തുതിക്കുമ്പോൾ താഴുകയും ചെയ്യാൻ പാടില്ല. ധൈര്യമായി നിൽക്കണം. അതായത് ന്യായമായി നമുക്ക് സ്വർഗത്തിൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം വലുതാണ് ആർക്കും. ഇപ്പം ന്യായമായി നമുക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ കൂടെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കണം ആണ്. ദൈവം തന്നിരിക്കുന്ന ആലോചനകൾ നാം മറച്ചു വെക്കാതെ അത് അവരുടെ മുമ്പിൽ പറയണം. സ്വതന്ത്രം തൻ്റെ അവകാശങ്ങളെ വിട്ടുകൊടുക്കുന്നവന് ഭൂമി മുഴുവൻ അവകാശമാകും എന്ന കർത്താവ് പറഞ്ഞത്. ഹല്ലേലൂയ. ഭൂമി മുഴുവൻ അവകാശമാകും പറയുമ്പം അതിനകത്ത് വേറൊരു അർത്ഥമാണ്. അതായത് 1000 ആണ്ട് വാഴ്ചയിൽ നാം ഈ ലോകത്തെ ഭരിക്കും. ഭൂമി മുഴുവൻ അവകാശമാണെന്ന് പറയുമ്പം ഏറ്റവും ടോപ്പിൽ എത്തുന്ന ഒരു വ്യക്തി ഈ ലോകം മുഴുവനും ഭരിക്കും, അല്ലെങ്കിൽ ഭൂമി മുഴുവനും ഭരിക്കും. നാം അല്പമായി മാത്രമേ ശോഭിച്ചിട്ടുള്ളൂ എങ്കിൽ, അല്ലെങ്കിൽ ഒരു താലന്ത് നമ്മൾക്ക് കിട്ടിയ താലന്ത് കൊണ്ട് കുഴിച്ചിട്ടും ഒന്നും കിട്ടത്തില്ല. പക്ഷെ കിട്ടിയ താലന്ത് നിങ്ങൾക്ക് ഒന്നേ നേടിയിട്ടുള്ളൂ. അപ്പം അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് 1000 ആണ്ട് വാഴ്ചയിൽ അതിൻ്റെ പ്രതിഫലം വിഭാഗിച്ച് കിട്ടുന്നത്. 5 കിട്ടിയവർക്ക് 5 കിട്ടും, 5 അതിലധികമോ. 10 അങ്ങനെ പോകുമ്പം 100 മേനിയായി വിളഞ്ഞവരുണ്ട്.
ഉണ്ട്. ഇതൊക്കെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഉണ്ട്. അതുകൊണ്ട് അവരവരുടെ ഉത്തരവാദിത്വമാണ് അവരോരോരുത്തരും എങ്ങനെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് ഉണ്ട്. സ്വതന്ത്രം ആത്മീയ സൗന്ദര്യം എന്ന് പറയുമ്പം അതെങ്ങനെ ലഭിക്കും? അത് കൃത്രിമമായിട്ട് എനിക്കിപ്പം ഒരാളിലോട്ട് ഇഞ്ചക്ട് ചെയ്യാൻ പറ്റുമോ? ഒക്കത്തില്ല. അവരവർ ക്രിയേറ്റ് ചെയ്ത് അവരവർ പ്രാർത്ഥിച്ച് ആ ഒരു ലെവലിലോട്ട് വരാൻ വേണ്ടി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അല്ലാതെ സൗമ്യത ഒരാളെ അടിച്ചേൽപ്പിക്കാൻ ഒക്കത്തില്ല, ആളാരെ ഏൽക്കത്തുമില്ല. കാര്യം അവരുടെ മനസ്സിൽ കിടക്കുന്നത് ഞാൻ വലിയ കുടുംബത്തിൽ ജനിച്ചാണ്, ഞാൻ ധനാഢ്യനാണ്, എനിക്കെല്ലാം അറിയാം, ഞാൻ വലിയ പദവി വഹിക്കുന്ന ആളാണ്, ഞാൻ ചർച്ചിൻ്റെ ഓർഗനൈസേഷൻ്റെ പ്രസിഡൻ്റാണ്, ഓക്കെ. ഇതൊക്കെയാണ്. ഗലാത്യർ 5:22-23 വാക്യം വായിക്കാം. ഗലാത്യർ 5:22-23 വാക്യം. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. അപ്പൊ ആത്മാവിന്റെ ഫലം ഒന്ന് സൗമ്യത, ആദ്യത്തേത് അത് സ്തോത്രം. ഫലം എന്ന് പറയുമ്പോൾ കായാണ്. കായ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പറങ്ങേണ്ടി അല്ലെങ്കിൽ മാമ്പഴം, കശുവണ്ടി, ഇങ്ങനെയൊക്കെ അതിൻ്റെ കായ്. ഓക്കെ. ഒരു വൃക്ഷത്തിൽ കായ് കൃത്രിമം അല്ല, കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. മാവിൻ്റെ സ്വാഭാവിക ഫലമാണ് മാങ്ങ. ഇതുപോലെ നമ്മളിൽ കായ്ക്കേണ്ട ഗുണങ്ങളിൽ ഒന്നാണ് സൗമ്യത. സ്വാഭാവികമായിട്ടും, അതായത് നാം സൽഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവർ അല്ല, സ്വാഭാവികമായിട്ടും. അപ്പം അതുകൊണ്ട് നമ്മുടെ സ്വഭാവം മാറണം. ഒരു പുതിയ സ്വഭാവം നമുക്ക് ലഭിക്കണം, അതിന് പുതിയ സൃഷ്ടിയാകണം. അപ്പം അങ്ങനെ നമ്മൾ അർത്ഥാൽ വീണ്ടും ജനിക്കണം, വീണ്ടും ജനനം നമ്മൾ പ്രാപിക്കണം. സ്തോത്രം. അപ്പം വീണ്ടും ജനിച്ച വിശ്വാസിയിൽ സ്വാഭാവികമായി ഉണ്ടാകേണ്ട ഒന്നാണ് സൗമ്യത എന്ന് പറയുന്നത്. അതായത് ഇപ്പം എല്ലാ വിശ്വാസികളും സഭയിൽ 100 പേരോ 200 പേരോ ഉണ്ടെന്നിരിക്കട്ടെ, സഭയിൽ എല്ലാ വിശ്വാസികളും ഈ ഫലം വേണ്ടവണ്ണം പുറപ്പെടുവിക്കുന്നില്ല. എന്തുകൊണ്ട്? വീണ്ടും ജനിച്ചാൽ മാത്രം പോരാ, പിന്നെ എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞിരിക്കുന്നത്, അതായത് മത്തായി അറിയാവുന്ന വാക്യം വായിക്കുന്നതായിരിക്കും. മത്തായി 11:29. എന്റെ മുഖമേറ്റുകൊണ്ട് 11:29 ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എന്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. അപ്പം കർത്താവ് ഞാൻ സൗമ്യതയുള്ളവനാകിയാൽ എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. അപ്പോൾ സൗമ്യതയുള്ള കർത്താവിൽ നിന്നും സൗമ്യത പഠിക്കണം. അവനോടുള്ള കൂട്ടായ്മ നമുക്ക് സൗമ്യത പ്രദാനം ചെയ്യും. നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, യേശുവിനോട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ സ്വഭാവം ഇല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല, ഇല്ല. അതായത് സ്തോത്രം. അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനാണെന്ന് പറയുന്നു. സ്നേഹിതൻ എങ്ങനെ? അബ്രഹാം ദൈവത്തിന് സ്നേഹിതനായി മാറിയതെങ്ങനെ? ഹാനോക്കിനെ പോലെ ദൈവത്തോട് കൂടെ നടക്കുന്ന അനുഭവം അബ്രഹാമിനുണ്ട്. നമ്മൾ ലോകത്തിൻ്റെ സ്നേഹിതന്മാരാണ്. ഞാൻ പറഞ്ഞതല്ല, ലേഖനങ്ങളിൽ പൗലോസ് എഴുതിയിട്ടുണ്ട്, ലോകത്തിൻ്റെ സ്നേഹിതന്മാർ. അപ്പം അബ്രഹാമിൻ്റെ സ്നേഹിതനുമുണ്ട്, ലോകത്തിൻ്റെ സ്നേഹിതനുമുണ്ട്. നാം ആരുടെ സ്നേഹിതനാണ്? നാം ഏതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്? അറിയാം. അതെ, നാം അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. സ്തോത്രം. ഏതിൽ ആണ് ഞാൻ ഒരു വിശ്വാസിയായിരിക്കുന്നത്? ഞാൻ എങ്ങനെയാണ്? സ്തോത്രം. അതെ. അപ്പം
കർത്താവിൽ നിന്ന് നമ്മൾ സൗമ്യത പഠിക്കണം. അവനോടുള്ള കൂട്ടായ്മ നമുക്ക് സൗമ്യത പ്രദാനം ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. അപ്പം നമ്മൾ 1 പത്രോസ് 3:15 വായിക്കേ. 1 പത്രോസ് 3:15. പത്രോസ് 3:15. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുകയും. അതെ, അപ്പം നമ്മളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയോടുകൂടി ഭയഭക്തിയോടുകൂടി പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കും. അതായത് പിന്നെ ഗലാത്യർ 6:1 വായിക്കുന്നുണ്ട്. ഗലാത്യർ 6:1. സഹോദരന്മാരെ, ഒരു മനുഷ്യനും വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ സ്ഥാനപ്പെടുത്തുകയും നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുകയും. അപ്പൊ സൗമ്യതയുടെ ആത്മാവിനെ കുറിച്ചുകൂടെ പറയാം. സൗമ്യത സൗമ്യത സൗമ്യത. അതായത് നമ്മൾ ഇത് തന്നെ വീണ്ടും കാണുന്നത് യാക്കോബ് 1:21. യാക്കോബ് 1:21. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുകയും. ആമേൻ. അപ്പൊ ഇവിടെ സൗമ്യതയെ കുറിച്ച് യാക്കോബ് ഇവിടെ പറയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ശനിയാഴ്ച യാക്കോബ് 1:20 വരെ നമ്മൾ ധ്യാനിച്ച് നിർത്തിയായിരുന്നു. ഇത് 1:21 ആണ്. ഈ ശനിയാഴ്ച ദൈവം കവർ ചെയ്യേണ്ട ഒരു ഭാഗമാണത്. അപ്പോൾ സൗമ്യത ദൈവത്തോടും മനുഷ്യനോടുമുള്ള എല്ലാ ബന്ധത്തിലും സൗമ്യത പാലിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ട്? സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു. അതായത് സങ്കീർത്തനം 25:3 വായിക്കുന്ന എങ്ങനെ? 25:3. സങ്കീർത്തനം 25:3. നിന്നെ കാത്തിരിക്കുന്നവരും ലജ്ജിച്ചു പോകില്ല, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. ആമേൻ. അതെ, അങ്ങനെയാണ്. 25 ഏതാ വായിച്ചത്? 25:3. ഓക്കെ, ഞാനൊന്ന് നോക്കിക്കോട്ടെ. 25:3. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. സ്തോത്രം. 9 സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു, സൗമ്യതയുള്ളവർക്ക് തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. എത്രാമത്തെ വാക്കായിരുന്നു? 9. അതാണ് ഞാൻ നോക്കുക. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു, സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പം ലോകത്തിൽ നിന്ന് ന്യായം ലഭിക്കുമെന്ന് സൗമ്യതയുള്ളവർ പ്രതീക്ഷിക്കുകയില്ല. ദൈവം അവരെ ന്യായത്തിൽ നടത്തിക്കൊള്ളുമെന്ന് അവർക്കറിയാം. അപ്പം ദൈവത്തിൻ്റെ പാഠശാലയിൽ അവൻ ദൈവത്തിൻ്റെ വഴി പഠിക്കുന്നു. അതായത് സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു, സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. അവനാണ് പഠിപ്പിച്ചു തരുന്നത് നമുക്ക്. സ്തോത്രം. ഇതൊന്ന് വായിക്കുക. സെഫന്യ 2:3. സെഫന്യ 2:3. യഹോവയുടെ ന്യായം പ്രവർത്തിക്കുന്നവരായി ഭൂമിയിലെ സകല സൗമ്യന്മാരുമായുള്ളവരെ അവനെ അന്വേഷിപ്പീൻ, നീതി അന്വേഷിപ്പീൻ, സൗമ്യത അന്വേഷിപ്പീൻ. പക്ഷേ നിങ്ങൾക്ക് യഹോവയുടെ കോപദിവസത്തിൽ മറഞ്ഞിരിക്കാം. ആമേൻ. അവൻ ഇവിടെ നമ്മൾ വായിക്കണം. യഹോവയുടെ ന്യായം പ്രവർത്തിക്കുന്നവരായി ഭൂമിയിലെ സൗമ്യതയുള്ളവരെ അവനെ അന്വേഷിപ്പീൻ, നീതി അന്വേഷിപ്പീൻ, സൗമ്യത അന്വേഷിപ്പീൻ. പക്ഷെ നിങ്ങൾക്ക് കോപദിവസത്തിൽ മറഞ്ഞിരിക്കാം. എന്താ ഈ കോപദിവസം? റാപ്ചർ ബിഫോർ ട്രിബുലേഷൻ, യഹോവയുടെ കോപദിവസത്തിൽ. അപ്പോൾ അതിൽ റാപ്ചറിൽ നമ്മൾ
എങ്കിൽ മാത്രമേ ആ കോപദിവസത്തിൽ മറന്നിരിക്കും. അപ്പൊ സൗന്ദര്യം ഉണ്ടെങ്കിൽ പക്ഷേ നിങ്ങൾക്ക് യഹോവയുടെ കോപദിവസത്തിൽ മറന്നിരിക്കാം. മനസ്സിലാക്കാം. സ്വതം. അപ്പം യഹോവയുടെ കോപദിവസം അങ്ങനത്തെ ദിവസമുണ്ട്. നീതിയിൽ ലോകത്തെ ന്യായം വിധിക്കുന്ന ദിവസം ആണ്. ഇന്ന് യഹോവയുടെ ന്യായം പ്രവർത്തിക്കുന്ന സൗമ്യന്മാരാണ് അന്ന് ന്യായവിധി ദിവസത്തിൽ സുരക്ഷിതരായിരിക്കുന്നത്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാരാണ്. അവരുടെ ഭാഗ്യത്തിൽ ഏറ്റവും പ്രധാനമായത് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അവർ ഭൂമിയെ അവകാശമാക്കും. അത് സ്വതന്ത്രം. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ ചിന്തിക്കും, ഇത് നടക്കുമോ? എങ്ങനെ നടക്കും? ഭൂമിയെ അവകാശമാക്കും. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ഭൂമിയിൽ ആരെങ്കിലും എന്തെങ്കിലും അവകാശപ്പെടുന്നുണ്ടോ? ഇല്ല. പണക്കാരൻ പണം അവകാശമാക്കുന്നില്ലല്ലോ. മനസ്സിലായില്ലല്ലേ? പണക്കാരൻ പണം അവകാശമാക്കൂ? നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ വല്ലതും കിട്ടും, വല്ലതും കൊണ്ടുപോകുന്നുണ്ടോ? ഇപ്പൊ ഇന്ത്യയിലെ വാനമ്പാടിയാണ് ലതാ മങ്കേഷ്കർ. നിങ്ങൾക്കെല്ലാം അറിയായിരിക്കുമല്ലോ, എല്ലാവർക്കും. പാട്ടുകാരിയാണ്. കോടാനുകോടി രൂപ ഉണ്ടാക്കി. വല്ലതും കൊണ്ടുപോയോ? അങ്ങനെ എത്ര വല്ലതും കൊണ്ടുപോയോ? എല്ലാം ഗവൺമെന്റ് കണ്ടുകെട്ടി. അപ്പൊ ഇതിലൊന്നും കാര്യമൊന്നുമില്ല. അതാ പറഞ്ഞത്, ധനവാന്മാര് എന്നും കൊണ്ടുപോകത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഓർക്കുവായിരുന്നു ഒരു കാര്യം, ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യമാണ്. ജയലളിതയല്ല, ലതാ മങ്കേഷ്കറിൻ്റെ ഒരു കാര്യം നിങ്ങൾക്ക് അറിയത്തില്ല. ഞാൻ ഒരു കാര്യം പറയാം. അവര് നല്ല പാട്ടൊക്കെ അവർ പാടിയിട്ടുണ്ട്. അവർ വിവാഹം കഴിഞ്ഞിട്ടില്ല. ഓക്കെ. അവരുടെ ഫോട്ടോയൊക്കെ കണ്ടാൽ ഒരു എളിമത്വമുള്ള മുഖഭാവമൊക്കെയാണ്. ക്വയറ്റാണ്. അവരെ കണ്ടാൽ അങ്ങനെ നമുക്ക് തോന്നത്തുള്ളൂ. ഒരു അഹങ്കാര മുഖമൊന്നും അവരുടെ അങ്ങനെ കണ്ടിട്ടില്ല. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. നിങ്ങളൊക്കെ എനിക്കറിയില്ല, നിങ്ങളുടെ അഭിപ്രായം മറ്റ് വ്യത്യാസമാണെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം ഞാൻ പറയാം. ഈ മുഹമ്മദ് റാഫിയുമായിട്ട്, മരിച്ചുപോയ മുഹമ്മദ് റാഫിയായിട്ട് ഇവർ ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട്. രണ്ടുപേരുമായിരുന്നല്ലോ ടോപ്പിൽ. ഈ ഒരു കാര്യം, പണസംബന്ധമായ കാര്യത്തിലേക്കാണ് ഞാൻ പറയാൻ പറ്റുന്നത്. ഈ റോയൽറ്റി എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. എന്താണെന്നറിയോ? ഇവർ പാടിയ പാട്ട് ആ ഫിലിം നിർമ്മാതാവ് ഇവർക്ക് പൈസ കൊടുക്കും. ഈ ഫിലിം ഉണ്ടാക്കുന്നവർ, സിനിമാക്കാർ, ഇവർക്ക് പൈസ കൊടുക്കും. ഒരു പാട്ട് പാടിയെങ്കിൽ 50,000, അന്നത്തെ കഥ 50,000 20,000 കൊടുക്കും. പക്ഷേ ഈ പാട്ട് പിന്നീട് മാർക്കറ്റിൽ ഇത് CD-യിലോ അല്ലെങ്കിൽ റേഡിയോയിലോ ആരെങ്കിലും പാടുന്നു. അതിനാണ് റോയൽറ്റി എന്ന് പറയുന്നത്. അത് ഇവർക്ക് കൊടുക്കണമെന്നുള്ളതാണ്. ചില നിയമങ്ങളുണ്ട്, ചില രാജ്യങ്ങളിലുണ്ട് റോയൽറ്റി എന്ന് പറയാൻ. അപ്പോൾ ഇവർക്ക് പിന്നെയും കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം മുഹമ്മദ് റാഫിയായിട്ട് ഇവർക്കൊരു തർക്കമുണ്ട്. അതാണ് ഞാൻ പറയാൻ പറ്റുന്നത്. മുഹമ്മദ് റാഫി ഒരു മുസ്ലിമാണ്. ഓക്കെ. മുഹമ്മദ് റാഫി പറഞ്ഞു, എനിക്ക് റോയൽറ്റി വേണ്ട, എൻ്റെ പാട്ടിന് റോയൽറ്റി വേണ്ട. അപ്പോൾ ഇവർ സമ്മതിക്കത്തില്ല. ആര്? ലതാ മങ്കേഷ്കർ. അവർ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഇത് നിങ്ങളാരും കേട്ട് കാണത്തില്ല. അതാ ഞാൻ പറഞ്ഞത്. മുഖം കണ്ടാൽ ലതാ മങ്കേഷ്കറെ കണ്ടു കഴിഞ്ഞാൽ ഒരു ക്വയറ്റ് ലേഡിയായിട്ട് തോന്നും. വലിയ അഹങ്കാര മുഖമൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഈ റോയൽറ്റിയുടെ കാര്യത്തിൽ മുഹമ്മദ് റാഫി പറഞ്ഞു, എനിക്ക് റോയൽറ്റി വേണ്ട, അത് വിട്ടേര്. ഇവർ വേണമെന്ന് പറഞ്ഞു. കണ്ടോ, ആ പണത്തിൻ്റെ മോഹം കിടക്കുന്നുണ്ടോ? അപ്പം അതിൽ പിടിച്ചു വെച്ചു. അവർ പണം കോടാനുകോടി രൂപ ഉണ്ടാക്കിയിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ? ഒന്നുമില്ല. ഇത്രയേ ഉള്ളൂ. കണ്ടോ. അപ്പം മനുഷ്യൻ്റെ ഹൃദയത്തിൽ കിടക്കുന്നത് പണം ഉണ്ടാക്കിയാൽ പിന്നെയും. യേശുദാസിനുണ്ടായിരുന്നു. യേശുദാസും മലയാളക്കരയിലെ പാട്ടുകാരനാണ്. ഇപ്പോൾ ഫ്ലോറിഡയിലാണ് താമസിക്കുന്നത്. ഞാൻ കേട്ടിരിക്കുന്ന അദ്ദേഹവും റോയൽറ്റി വേണമെന്ന് പറഞ്ഞാൽ റോയൽറ്റി കിട്ടുന്നുണ്ട്. എൻ്റെ അറിവിൽ കിട്ടുന്നുണ്ടെന്നുള്ളതാണ്.
അങ്ങനെ പലരുണ്ട്. റോയൽറ്റി വേണമെന്നുള്ളൂ ഒക്കെ അത് അവരുടെ അവകാശം. എന്തെങ്കിലും ലെറ്റ് ടു ദിയർ ഓൺ വേ. നമ്മുടെ പോയിന്റ് അതല്ല. പണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയും വേണം എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. അവർ റോയൽറ്റി വാങ്ങിക്കാതിരിക്കുമോ എന്തുകൊണ്ടും ചെയ്യട്ടെ. പക്ഷെ മുഹമ്മദ് റാഫി വേണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അത് യെസ്, ഓക്കെ, അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളുടെ അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പം മനുഷ്യന് ഈ പണം കിട്ടിയാലും പിന്നെയും അതിൽ ഒതുങ്ങിയിരിക്കുന്നില്ല, വിട്ടുകൊടുക്കുന്നില്ല. ആ ഒരു കിടപ്പാണ് കിടക്കുന്നത്. സ്വതന്ത്രം. അപ്പം കർത്താവ് ഒരു ഭൂമിയെ അവകാശമാക്കും. ആര്? സൗമ്യതയുള്ളവർ. ഇത് നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണക്കാരൻ പണം അവകാശമാക്കുന്നില്ല. നമ്മളിപ്പോൾ പറഞ്ഞ വഴി അല്പകാലം അവൻ്റെ കൈവശം ഇരിക്കുന്ന പണം അവനെ വിട്ടു പിരിയും, അല്ലെങ്കിൽ അവൻ അതിനെ വിട്ടു പിരിയും, അല്ലേ? സേനാനായകൻ ഭൂമിയെ അവകാശമാക്കുന്നില്ല. ലോകസുഖങ്ങൾക്ക് വേണ്ടി വളരെ ബുദ്ധിമുട്ടി ലോക സൃഷ്ടിയിൽ വളരെ നേടിയെന്ന് തോന്നിയ ഒരുവൻ തൻ്റെ ജീവിതത്തെ പറ്റി പറയുന്നത്, ഞാൻ സമയമായി നിർത്താൻ പോകും. ഐ ഇമാജിൻഡ് ഐ വാസ് ബൈയിങ് പ്ലഷർ, ഐ ഡിസ്കവേർഡ് ഐ വാസ് ഓൺലി ബൈയിങ് ആൻസൈറ്റി. ഞാൻ സന്തോഷം വാങ്ങുകയാണെന്ന് വിചാരിച്ചു, വെറും ആകുലതയാണ് ഞാൻ വാങ്ങിയതെന്ന് അല്ലെ? ലോകദൃഷ്ടിയിൽ വളരെ നേടിയെന്നൊക്കെ തോന്നും. പക്ഷേ ഐ ഇമാജിൻ ഐ വാസ് ബൈയിങ് പ്ലഷർ, ഐ ഡിസ്കവേർഡ് ഐ വാസ് ഓൺലി ബൈയിങ് ആൻസൈറ്റി. അത്രയും നിർത്തുവാണ്. ദൈവത്തിന് നമുക്ക് ബാക്കി അടുത്ത ആഴ്ച ധ്യാനിക്കാം. ഈ വചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നമ്മളെ കുട്ടി. ഗോഡ് ബ്ലെസ് യു ഓൾ.